നീ കടപൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കോ. എന്തിനാ? എടാ വാസി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ, അതിന് ഞാനെന്തിനാ പേടിക്കുന്നേ? നീ ഒരുത്തൻ സാക്ഷി പറഞ്ഞോണ്ടല്ലേ അയാൾ ജയിലിൽ പോയത്. അയാളെ തന്നെ വിടുവാ. ചേടാ, കണ്ട കാര്യം മനുഷ്യന് കോടതി പറയാൻ പാടില്ലേ? പട്ടാ പോലെ ഒരു പെണ്ണിനെ പുഴക്കരയിട്ട് നശിപ്പിക്കുന്ന കണ്ടാ കണ്ടില്ലെന്ന് പറയാൻ എന്നെ പോലെ ചങ്കൂറ്റുള്ള ആണുങ്ങൾക്ക് പറ്റുമോ? എടാ അവന്റെ സ്വഭാവം നിനക്കറിയില്ല. ഓ എന്റെ തോമേട്ടാ, നിങ്ങൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നെഞ്ചും പിരിച്ചെടുക്കുന്ന ആണുങ്ങളല്ലേ. ഒന്നുകൂടെ മാറിക്കേ, കട പൊട്ടിക്കോട്ടെ. പൊട്ടിക്കോ. ഞാൻ പോയി ഫോൺ ബില്ല് അടച്ചിട്ട് വരാം. ആ വാസം അന്വേഷിച്ച് എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാനായിട്ട് എന്തിനാ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കണേ? നീ വേഗം പോയിക്കോ. അല്ലെങ്കിൽ വേണ്ട, ഒരാഴ്ചത്തേക്ക് ആയിക്കോട്ടെ. ഞാനേ പഴനിക്ക് പോയിട്ട് വരുന്ന വഴി വേളാങ്കണ്ണി പോയി ഒരാഴ്ചത്തെ പാട്ടൂർമാലിൽ പങ്കെടുത്തിട്ട് വരുള്ളൂ എന്നോട് പറഞ്ഞേക്ക്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് അവനോട് എന്റെ കണ്ണിപ്പെടാതെ നടന്നോളാൻ പറ. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അടിച്ചു ഞാൻ കട പൊട്ടുന്നില്ലേ എന്നാ അവിടെ? വാസമുണ്ടല്ലോ. ഇത്രയും കാലം എവിടെയായിരുന്നു? 100 ആയുസാ. വാസവന്റെ കാര്യം പറഞ്ഞ നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ അല്ലേ തോമേട്ടാ? വാ, നമുക്ക് അവിടെ നിന്ന് ചായ കുടിച്ച് സംസാരിക്കാം. ജയിലിലെ വിശേഷങ്ങളൊക്കെ. ജയിലിലേക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും. എന്താണ് തല്ലുകൊണ്ടതിന് ശേഷം ഒരു സ്നേഹം? ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല.